പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുമണിക്കൂർ സമയം നിന്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട്, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന സമയം. ഈശോയെ, 3 മണി സമയത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നിന്റെ വലിയ കരുണയിൽ ശരണം പ്രാപിക്കുന്നവരെ ആരെയും ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് വാഗ്ദാനം ചെയ്ത നല്ല തമ്പുരാനെ, നിന്റെ അനന്തമായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 10-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഈശോയെ, ഞങ്ങളുടെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായ ആശ്രയം വെക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായമായി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു വലിയ ബോധ്യത്തോടെ നിന്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട്, നിന്റെ സ്നേഹത്തിലും കരുതലിലും ആശ്രയം വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാരുണ്യം സദാ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കുന്നവരായി മാറുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത്, ആരാധനയുടെ സമയം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. വചന വെളിച്ചത്തിൽ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. അവരെല്ലാവരും മുഖവന്മാരായിരുന്നു. മീൻ പിടിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അവര് വചനം പറയുന്നതനുസരിച്ച് 2 വള്ളങ്ങൾ കരയോട് അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ അതിലിരുന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയെറിയുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ അനുഭവം. ഈശോ പറയുന്നതനുസരിച്ച്, ഈശോയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു വലിയ സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് സഹായകമായൊരു കാര്യമാണ്. അതിനുശേഷം വചനം പറയുന്നത് അവരിതെല്ലാം, അവരുടെ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അവരുടെ വരുമാന മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ നടക്കുന്നവരായിട്ട് അവർ മാറുക. കാരണം ഇന്നു മുതൽ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നുള്ള കാര്യമാണ് ഈശോ പഠിപ്പിച്ചത്. എല്ലാം കഴിഞ്ഞ് ഈശോയുടെ കൂടെ നടന്നു. അവർ വിചാരിച്ചൊരു കാര്യം, ഈശോ ഒരു വലിയ ഒരു രാഷ്ട്രീയ നേതാവായിട്ടൊക്കെ മാറും എന്നുള്ള കാര്യമൊക്കെ അവർ കൃത്യമായിട്ട് അവർ മനസ്സിൽ കണ്ടിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഈശോയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കുരിശിൽ മരിക്കുകയും ഒക്കെ ചെയ്തു. ഉദ്ധിതനായി ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ ഭയം ഉണ്ടാക്കുന്ന, സന്തോഷമുണ്ട്. 2 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷകളും മുഴുവനും അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്.
ജീവിതത്തിലെ പ്രതീക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ടവരുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ ശിഷ്യന്മാരെ കാണുക. അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അത്രയും നാളും ഈശോയുടെ കൂടെ നടന്ന വലിയ കാര്യങ്ങൾ അവർ ചെയ്യും, അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ട് അവർ മാറും എന്നുള്ളതൊക്കെ അവർ മനസ്സിൽ കണ്ടുവച്ചിരുന്ന കാര്യമാണ്. പക്ഷെ അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർക്കപ്പെട്ട് അവർ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിച്ചിരുന്ന ഗുരുവിനെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നതൊക്കെ അവർ കണ്ടതാണ്. വീണ്ടും ഉത്ഥാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അതിൽ ആഴമായി വിശ്വസിക്കുവാനൊക്കെ സംശയം പ്രകടിപ്പിച്ച ശിഷ്യന്മാരെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രതീക്ഷ അവർക്ക് വീണ്ടും കിട്ടുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഓരോ പ്രാവശ്യവും ഉദ്ധിതനായ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലൂടെ ഈശോ അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാകാൻ പാടില്ല. തിബേരിയസ് കടലിലെത്തി യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, അവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നൊരു കാര്യം, തിബേരിയസ് കടൽ തീരത്ത് വെച്ച് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് എവിടെ നിന്നാണ് അവർ തുടങ്ങിയത് അവിടെ നിന്ന് അവർ വീണ്ടും ഒരു പഴയ സ്ഥിതിയിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. മനുഷ്യനെ പിടിക്കാൻ വേണ്ടി വന്നവൻ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നു. ബാക്കിയുള്ളവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. അത്രമാത്രം എക്സ്പേർട്ടായിട്ട് മീൻപിടുത്തക്കാരായിരുന്ന ഇവർക്ക് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ. അത്രമാത്രം എല്ലാ രീതിയിലും എല്ലാ കടലിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്നവരെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ വീണ്ടും ഈശോ അവരുടെ അടുക്കൽ വന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? അതായത് നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ? ആ ഒരു ചോദ്യത്തിൽ അവർ പറയുന്ന കാര്യം, രാത്രി മുഴുവനും അധ്വാനിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം അവരെ വീണ്ടും വന്നിരുന്ന ആള് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ഒരു മനസ്സ് കാണിക്കണം. ഇത് ഈശോ ആണെന്നറിയാതെയാണ് അവർ പെരുമാറുന്നത്. പക്ഷേ അത്ഭുതകരമായ ഒരു മീൻപിടുത്തം കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈശോ സ്നേഹിച്ചതിന് ശേഷം പറയുന്ന കാര്യം ഇതാണ്, അത് കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവരുടെ വിശ്വാസം ശക്തമായിട്ട് ഉദ്ധരിക്കുക. അതായത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ശിഷ്യന്മാരുടെ പോലത്തെ ഉള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലപ്പോഴും ഇനിയും മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയാകും, എൻ്റെ ഭാവി ജീവിതം എങ്ങനെയാകും എന്നൊക്കെ ഒത്തിരിയേറെ ആകുലപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഓരോ നിമിഷവും നീറി മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ ഒരു ബോധ്യങ്ങൾ നൽകുന്ന വചനഭാഗമാണ് നമ്മൾ കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? ഈശോ പറയുന്നതനുസരിച്ച് അവർ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഈശോയിലുള്ള ആ ഒരു വിശ്വാസം ശക്തമാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ അത്ഭുതങ്ങൾ കാണാൻ അവർക്കിടയായി. അവർക്ക് തിരിച്ചറിയാൻ പറ്റി അത് ഈശോയാണ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കാണുന്നത് അവരുടെ ജീവിതങ്ങൾ മുഴുവനും മാറുകയാണ്. അതായത് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്കും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾക്കും അപ്പുറത്ത് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവരായിട്ട് അവർ മാറുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം ക്രിസ്തു തന്നെയാണ്. ജീവിതത്തെ പിന്നീട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരല്ല, മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന വ്യക്തികളായിട്ടാണ് ശിഷ്യന്മാർ പിന്നീട് മാറുക. ആദിമസഭാ സമൂഹത്തിൻ്റെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലും അവിടെയൊക്കെ അതിനെയൊക്കെ ധീരതയോടെ നേരിടാനും ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല, മറിച്ച് ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് ആദിമ ക്രിസ്ത്യാനികൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുതകരമായ ഓരോ നിമിഷവും ഇടപെടുമ്പോൾ നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷകളും പ്രത്യാശയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ചെയ്ത ഓരോ കാര്യങ്ങളും കാണുവാനും തിരിച്ചറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൂടുതൽ ആഴമായ ബോധ്യങ്ങളോടെ ക്രിസ്തുവിനെ
ക്രിസ്തുവിൽ ശരണം പ്രാപിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 14-ാം അധ്യായത്തിൽ അപ്രകാരമാണ് ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്നത്. അവർ കടന്നു പോകുന്നുണ്ട്. അത്ഭുതകരമായ അവരുടെ പ്രതീക്ഷകളിൽ നഷ്ടപ്പെട്ട സമയത്ത്, അവരുടെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് അവർ മുന്നിൽ കണ്ട സമയത്ത് ദൈവം അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നോക്കുമ്പോഴും ദൈവം കരുണ കാണിച്ച ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ. ആ ഒരു വലിയ ബോധ്യത്തോടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ ആത്മീയമായ എല്ലാ കുറവുകളും കർത്താവിന് കരങ്ങളിൽ സമർപ്പിക്കാം. കരുണയുള്ള ദൈവമാണ്. അനാഥരായവരെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലാത്ത, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ എപ്പോഴും സഹായിക്കുന്നവനായവൻ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈശോയെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.